ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിനി ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ സമ്മും പ്രോഡക്റ്റും തന്നിരുന്നാൽ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ ഫോം ചെയ്യിക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു ഫോമുല ഉണ്ട്. ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇതിൽ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫ എന്നുള്ള ലെറ്ററും ബീറ്റ എന്നുള്ള ലെറ്ററും കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഫോമിലെ നമുക്ക് ഇങ്ങനെയും എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അത് ആൽഫ ഇൻറ്റു ബീറ്റയാണ് അല്ലേ. ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇഫ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ് ആർ -1/4 ആൻഡ് 1/4 റെസ്പെക്റ്റീവ്ലി. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ നമ്മൾ ഫോം ചെയ്യിക്കണം. അതിൻ്റെ സം ഓഫ് സീറോസ് -1/4 പ്രോഡക്റ്റ് ഓഫ് സീറോസ് 1/4 ആണ്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഗിവൺ എന്ന് പറഞ്ഞിട്ട് സം ഓഫ് സീറോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ അല്ലേ, അത് -1/4 ആണ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫ ഇൻറ്റു ബീറ്റ അത് 1/4 ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഫോമിൽ എന്താ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ അല്ലേ. ഇതിൽ ആൽഫ പ്ലസ് ബീറ്റയുടെയും ആൽഫ ഇൻറ്റു ബീറ്റയുടെയും വാല്യൂസ് കൊടുക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -1/4 ആണ്. അപ്പോൾ -1/4 ഇൻറ്റു എക്സ് പിന്നെ പ്ലസ് ആൽഫ ബീറ്റ അത് 1/4 ആണ്. ഈ മൈനസ് കൂടെ പ്ലസ് ആവും എന്നുള്ള കാര്യം അറിയാമല്ലോ. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/4 എക്സ് പ്ലസ് 1/4 എന്ന് കിട്ടും. ഇനി ഇതിനെ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. പക്ഷേ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 4 അല്ലേ. ഡിനോമിനേറ്റർ അതായത് ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. ഇത് രണ്ടിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 3ഉം ആണെങ്കിൽ അതിൻ്റെ LCM 12 ആണ്. അപ്പോൾ എന്താണോ ഡിനോമിനേറ്റർ അതിൻ്റെ LCM കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാണ് അത് ചെയ്യുന്നത്? ഈ ഡിനോമിനേറ്ററിനെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണം. അപ്പോൾ ഇൻറ്റു 4 ഇവിടെ ചെയ്യുമ്പോൾ 4 കട്ട് ചെയ്യും, ഇവിടെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4 കട്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്നത് ഈ ടേമിൽ 4 കൂടെ ഉണ്ടാവും, 4x² പ്ലസ് ഇതെന്താവും എക്സ് പ്ലസ് 1. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കിട്ടിയത് ഇതിൻ്റെ ഓരോ ടേമിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 ഇൻറ്റു x² പ്ലസ് 4 ഇൻറ്റു 1/4 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു 1/4. അപ്പോൾ ഇവിടെ 4 കട്ട് ചെയ്യുന്നു, ഇതൊന്നും കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 4x² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടിയത്. ഇതാണ് റിക്വയർഡ് പോളിനോമിയൽ. ഓക്കെ അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇഫ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആർ √2 ആൻഡ് 1/3 റെസ്പെക്റ്റീവ്ലി. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ ആദ്യം ഗിവൺ എന്ന് പറഞ്ഞിട്ട് സം ഓഫ് സീറോസ് തന്നിട്ടുണ്ടല്ലേ. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു √2 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 1/3. ഇനി ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അത് എഴുതേണ്ടുന്ന ഫോമിൽ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് അല്ലെങ്കിൽ സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അതായത് ആൽഫ ഇൻറ്റു ബീറ്റ. ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിലും എഴുതാം, അല്ലെങ്കിൽ പി ഓഫ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ y² ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെയും y അങ്ങനെ എഴുതാം കേട്ടോ. വേരിയബിൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് √2 ആണ് ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ മീൻസ് അത് 1/3 ആണ്. ഇനി നോക്കൂ, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇതാ ഇവിടെ മാത്രമേ ഒരു 3 ഉള്ളൂ. അപ്പോൾ 3 തന്നെയാണ് അതിൻ്റെ LCM അല്ലേ. ആ 3 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എല്ലാ ടൈംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 3x² ആവും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ -3√2x എന്ന് വരും. ഇത് +1 എന്നും കിട്ടും. വിച്ച് ഇസ് ദ റിക്വയർഡ് പോളിനോമിയൽ. ഇത് എളുപ്പമല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു ക്യൂബിക് പോളിനോമിയൽ എങ്ങനെ ഫോം ചെയ്യിക്കാൻ പറ്റുമെന്നോ അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.